ഹലോ സ്റ്റുഡൻസ്, ഈ പ്ലസ് ടു എക്സാമിനേഷൻ ഈ രണ്ട് ഡെറിവേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡെറിവേഷൻ ഉറപ്പാണ്, ഒരു 5 മാർക്ക് ഉറപ്പാണ്, ഒരു 20 മിനിറ്റ്സ് വീഡിയോ 5 മാർക്ക് ഷുവർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ്, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റിഫ്രാക്ഷനിലെ ഡെറിവേഷനിലേക്ക് പോകുന്നത്. ഇനിയുള്ള രണ്ട് ഡെറിവേഷൻസും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, കാരണം വളരെ കുറച്ച് ഡെറിവേഷൻസ് ആണ് ഫോക്കസ് ഏരിയയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡെറിവേഷൻ മുതൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷൻ ആണ് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ്. കാരണം ലെൻസ് ആകുമ്പോൾ രണ്ട് സർഫസ് ഉണ്ട്, കാരണം എയർ ഗ്ലാസ് ആൻഡ് ഗ്ലാസ് എയർ. അപ്പോൾ രണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സർഫസിൽ റിഫ്രാക്ഷൻ ആണ്. ദ ഫിഗർ ഷോസ് ദ ജോമെട്രി ഓഫ് എ ഫോർമേഷൻ ഓഫ് എ ഇമേജ് ഐ ഓഫ് an object on the principal axis of a spherical surface of radius of curvature r. The rays are incident from a medium of refractive index n1 to another of refractive index n2. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം O എന്ന ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ പറയാൻ കാരണം അതൊക്കെ ആ ലെൻസിന്റെ ഉള്ളിലാണ്. അപ്പോൾ അത് മുഴുവൻ ഗ്ലാസ് ആണ്. പൊതുവെ മനസ്സിലാക്കണം, n1 എയർ ആണെങ്കിൽ നമ്മൾ 1 ആക്കി എടുക്കുക, അത് ഓർമ്മ വേണം. അപ്പോൾ n2 എന്ന് പറയുന്നത് ആ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ O എന്ന ഒബ്ജക്റ്റ്, I എന്ന ഇമേജ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, നോർമൽ വരയ്ക്കുമ്പോൾ എപ്പോഴും സെന്റർ ഓഫ് കർവേച്ചറിൽ മീറ്റ് ചെയ്യണം. അപ്പോൾ ഈ റേ ഡയഗ്രാം ആദ്യം വരച്ച് പഠിക്കണം. അപ്പോൾ O എന്ന ഒബ്ജക്റ്റ് വരച്ചു, ലൈറ്റ് വന്നു, ഇതാണ് നോർമൽ. കാരണം ഓൾറെഡി മിററിന്റെ കേസിൽ പറഞ്ഞാൽ നോർമൽ എപ്പോഴും മീറ്റ് ചെയ്യുന്ന സെന്റർ ഓഫ് കർവേച്ചറിലാണ്. അപ്പോൾ ഇത് റെയർ ആണ്, ഇത് ഡെൻസർ ആണ്. അപ്പോൾ ലൈറ്റ് ആക്ച്വലി പോകേണ്ടത് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ഡെൻസറിലേക്ക് വരുമ്പോൾ നോർമലിലേക്ക് അടുത്ത് വരും, കാരണം വെലോസിറ്റി കുറയാണ്. അപ്പോൾ വെലോസിറ്റി നോർമലിലേക്ക് അടുത്ത് വരും. അതുകൊണ്ട് ഈ ലൈറ്റ് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. ബെൻഡ് ആക്ച്വലി ഇവിടെയാണ് എന്ത് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഈ റേ വരച്ചു. അപ്പോൾ ആരോ വരയ്ക്കാൻ മറക്കാൻ പാടില്ല. അതേപോലെ തന്നെ സി സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വരച്ചു. അപ്പോൾ ഇനി ഇതാണ് I, ഇതാണ് R. ഇനി നമ്മൾ മൂന്ന് ആംഗിൾ മാർക്ക് ചെയ്യുന്ന ആൽഫ, ബീറ്റ, ഗാമ. ഇത് ശ്രദ്ധിക്കുന്നത് ഗാമയാണ്. ആറും ഗാമയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം 5 ആംഗിൾസ് മാർക്ക് ചെയ്യും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആൽഫ, ബീറ്റ, ഗാമ. ഇനി ഒബ്ജക്റ്റിന് ഒപ്റ്റിക് സെന്റർ, അതായത് ലെൻസിലേക്കുള്ള ദൂരം ഒബ്ജക്ട് ഡിസ്റ്റൻസ് U, ലെൻസിന് ഇമേജിലേക്കുള്ള ദൂരം ഇമേജ് ഡിസ്റ്റൻസ്, സെന്റർ ഓഫ് കർവേച്ചർ R എന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. ഇതാണ് ഇമേജ്. നമ്മൾ ഇനി ഇതിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, n1 എന്ന് പറയുന്ന എയർ ആണ്, n2 ആ ലെൻസിന്റെ ഉള്ളിലാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല, കാരണം ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ റിഫ്രാക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പെറിക്കൽ സർഫസ് റിഫ്രാക്ഷൻ ആണ് ആദ്യം പറയേണ്ടത്. ഫ്രം ദ ഫിഗർ, ഫ്രം ട്രയാങ്കിൾ ONC, alpha plus beta is equal to I, equation number 1, and triangle NCI, gamma plus R is equal to beta. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമുക്കറിയാം I എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, സം ഓഫ് ദി ഇന്റീരിയർ. ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയാലാണ് I കിട്ടുക. അതാണ് ആൽഫ പ്ലസ് ബീറ്റ സിക്വൽ I എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കണം, ഗാമ പ്ലസ് R, ഗാമ പ്ലസ് ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ബീറ്റ കിട്ടുക. അതാണ് ഗാമ പ്ലസ് R is equal to ബീറ്റ, ഓർ വി ക്യാൻ സേ is equal to R is equal to ബീറ്റ മൈനസ് ഗാമ. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എന്തിനാണ് I-യും R-ഉം ഉണ്ടാക്കി വെച്ച് നമുക്കറിയാം, സ്നെൽസ് ലോ, റിഫ്രാക്ഷനിൽ ആദ്യം പഠിച്ച സ്നെൽസ് ലോ ആണ്. അപ്പോൾ അതിൽ എന്താ ഉള്ളത്, സൈൻ I സൈൻ R. അതുകൊണ്ടാണ് I-യും R-ഉം തന്നെ ആദ്യം തന്നെ പിക്ക് ഔട്ട് ചെയ്യാൻ കാരണം. ഇനി tan alpha is equal to B mn by OB, and tan beta is equal to mn MC, and tan gamma is equal to mn by MI. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ mn സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇത് ഈ ട്രയാങ്കിൾ എടുത്തു, അതുപോലെ ഈ ട്രയാങ്കിൾ എടുത്തു, അതുപോലെ ഈ ട്രയാങ്കിൾ എടുത്തു. അതാണ് tan ആൽഫ, tan ബീറ്റ, tan ഗാമ. അപ്പോൾ tan ആൽഫ, tan ബീറ്റ, ഗാമയിൽ mn എല്ലാത്തിലും കോമൺ ആണ്. OM MC MI, OM MC MI ശ്രദ്ധിക്കണം. OM ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, MI ഇമേജ് ഡിസ്റ്റൻസ് ആണ്, MC R ആണ്. അപ്പോൾ ഈ ടേം ഇതിനെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ എടുക്കാൻ കാരണം. Since the point N is very close to M, alpha, beta, gamma, and I and R are very small. നമ്മൾ എപ്പോഴും പറയാറുള്ള കേസാണ്, നമ്മൾ എടുക്കുന്ന ഡെറിവേഷനിലൊക്കെ അപ്രോക്സിമേഷൻ എടുക്കുന്നത്, കാരണം ആംഗിൾസ് ആർ ഓൾ സ്മോൾ. അപ്പോൾ ആംഗിൾ സ്മോൾ ആണെങ്കിൽ നമുക്ക് ടാൻ ആൽഫ ഇസ് ടു ആൽഫയാവും, ടാൻ ബീറ്റ ഇസ് ടു ബീറ്റയാവും, ടാൻ ഗാമ ഇസ് ടു ഗാമയാവും. സോ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ, ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ, ആൻഡ് ടാൻ ഗാമ ഇസ് ഈക്വൽ ടു ഗാമ. സൈൻ I is equal to I, and sin R is equal to R. അപ്പോൾ then by Snell's law and using equation number 1 and 2, അപ്പോൾ നമ്മൾ 1ഉം 2 എടുക്കണം. 1 2 എന്ന് പറഞ്ഞാൽ I ഈക്വൽ ആൽഫ പ്ലസ് ബീറ്റ എന്നറിയാം. അതുപോലെ തന്നെ R ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ, ആ ഇക്വേഷനും അതുപോലെ തന്നെ സ്നെൽസ് ലോയും കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. സോ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു I എന്നറിയാം, ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1, ആൻഡ് R is equal to ബീറ്റ മൈനസ് ഗാമ, ഇക്വേഷൻ നമ്പർ 2 ആണ്. ദെൻ ആൽഫ ഈക്വൽ ടു mn by OB, ബീറ്റ ഇസ് ഈക്വൽ ടു mn by MC, ഗാമ ഇസ് ഈക്വൽ ടു mn by MI. കാരണം ടാൻ ആൽഫ, ടാൻ ബീറ്റ, ഗാമ, അല്ല ടാൻ ഒക്കെ ഒഴിവാക്കി. അപ്പോൾ ആൽഫ ഈക്വൽ ടു mn by OM, ബീറ്റ ഈക്വൽ ടു mn by MC, ആൻഡ് ഗാമ ഈക്വൽ ടു mn by MI.
സോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 ബൈ n1 ആണ്. ഐ ബൈ ആർ ഈക്വൽ ടു n2 ബൈ n1 ഇത് കാരണം സൈനിന്റെ നമ്മൾ കളഞ്ഞു ഐയും ആറും സ്മോൾ ആയിട്ട് എടുത്തുകൊണ്ട് അപ്പോൾ ഐ ബൈ ആർ ഈക്വൽ ടു n2 ബൈ n1 കാരണം സെക്കൻഡ് മീഡിയം ആദ്യം എഴുതുന്നത് അതാണ് n2 ബൈ n1 എഴുതാൻ കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 ഐ ഈക്വൽ ടു n2 ആർ ആയി. സോ ഈ ഐയും ആറും നമുക്ക് ഓൾറെഡി അറിയാം, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ പ്ലസ് ബീറ്റയും ബീറ്റ മൈനസ് ഗാമയാണ്. ബീറ്റയും ആൽഫന്റെയും ഗാമന്റെയും വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഐ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റയാണ്. ആൽഫ എന്ന് പറയുന്നത് mn ബൈ ഒ എം ആണ് ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് mn ബൈ എം സി ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ആർ എന്ന് പറയുന്നത് ബീറ്റ മൈനസ് ഗാമയാണ്. ബീറ്റ എന്ന് പറയുന്നത് mn ബൈ എം സി മൈനസ് mn ബൈ എം ഐ. ഓൾ ക്യാൻസൽ ചെയ്യും, mn ഒക്കെ കോമൺ ആണ്, ബട്ട് പുറത്തെടുത്ത മുഴുവൻ ക്യാൻസൽ ആയി പോകും. ആൻഡ് വാല്യൂസ് ഓഫ് ഒ എം എം സി എം ഐ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒ എം എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ആണ്, എം ഐ എന്ന് പറഞ്ഞാൽ വി ആണ്, എം സി എന്ന് പറഞ്ഞാൽ ആർ ആണ്. സോ n1 1 ബൈ യു പ്ലസ് 1 ബൈ ആർ ഈക്വൽ ടു n2 1 ബൈ ആർ മൈനസ് 1 ബൈ വി. n1 ബൈ യു പ്ലസ് n1 ബൈ ആർ ഈക്വൽ ടു n2 ബൈ ആർ മൈനസ് n2 ബൈ വി. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. mn ക്യാൻസൽ ചെയ്തു. ഒ എം എന്ന് പറയുന്നത് യു ആണ്, അതുപോലെ തന്നെ എം സി എന്ന് പറയുന്നത് പിന്നെ ആർ ആണ്, അതുപോലെ തന്നെ എം സി അഗെയിൻ ആർ, ദെൻ എം ഐ പറയുന്നത് വി ആണ്. ദെൻ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് n1 ഒരു ഭാഗത്തേക്ക് എടുത്തു, n2 വേറെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ n1 ബൈ യു പ്ലസ് n1 ബൈ ആർ ഈക്വൽ ടു n2 ബൈ ആർ മൈനസ് n2 ബൈ വി. By rearranging n1 by u plus n2 by v is equal to n2 by r minus n1 by r. അപ്പോൾ r take it outside കൊണ്ട് r ഒരു ഭാഗത്തേക്ക് എടുക്കണം. അപ്പോൾ n1 by u plus n2 by v equal to n2 minus n1 by r. Since we have used a convex surface for derivation by applying sign convention u negative, v positive and r positive, we reach at the general equation. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കാർട്ടീഷ്യൻ സൈനിലോ റേ വരുന്ന അതേ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഇത് ഒറിജിൻ ആക്കി എടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ യു നെഗറ്റീവ്, വി പോസിറ്റീവ്, ആർ പോസിറ്റീവ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ എന്താവും, മൈനസ് n1 ബൈ യു പ്ലസ് n2 ബൈ വി ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ. അപ്പോൾ മൈനസ് n1 ബൈ യു പ്ലസ് n2 ബൈ വി ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ. അപ്പോൾ ഫസ്റ്റ് റിഫ്രാക്റ്റീവ് സർഫസിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഇനി ലെൻസ് മേക്കേഴ്സ് ഫോർമുല പോലുള്ള ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റിഫ്രാക്ഷൻ സർഫസിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, മൈനസ് n1 ബൈ യു പ്ലസ് n2 ബൈ വി ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോബ്ലം കേസ് നമുക്ക് n1 1 ആക്കി എടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു 1.00029 ആണ് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് എയർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 1 ആക്കി എടുക്കാൻ പറ്റും. റിഫ്രാക്ഷൻ ത്രൂ എ ലെൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ സംഭവിക്കുന്നത് ഐ ഡാഷ് ഐ എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഐ ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിന് ഇമേജ് ആണ്. ഇനി സെക്കൻഡ് സർഫസ് വരുമ്പോൾ ആ ഇമേജ് എന്ത് ചെയ്യും, അടുത്ത്, കാരണം കോൺവെക്സ് എന്ന് പറയുന്നത് കൺവേർജിങ് ആയതുകൊണ്ട് ഫസ്റ്റ് റിഫ്രാക്റ്റീവ് സർഫസ് I1 ആയി. അപ്പോൾ I1 എന്ന ഇമേജിനെ അത് കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഐ ആണ് ഫൈനൽ ഇമേജ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, O എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്, ഐ ഡാഷ് എന്ന് പറയുന്ന ഇമേജ് ആണ് ഫസ്റ്റ് സർഫസിന്റെ. സെക്കൻഡ് സർഫസിന്റെ കേസിലാകുമ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഇമേജ്. കാരണം ഈ ഇമേജിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സർഫസിന്റെ ഒബ്ജക്റ്റ് ഇതാണ്, ഇമേജ് ഇതാണ്. സെക്കൻഡ് സർഫസിന്റെ ഈ ഒബ്ജക്റ്റ് ഇതാണ്, ഇമേജ് ഇതാണ്. അത് മാറിപ്പോവരുത്. അതായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, O ആണ് ഒബ്ജക്റ്റ്, ഐ ഡാഷ് ഇമേജ് ആണ്. അതായത് ഫസ്റ്റ് സർഫസ് മാത്രം എടുക്കുമ്പോൾ റേ ഡയഗ്രം ഇങ്ങനെയാണ് വരിക. ഇനി സെക്കൻഡ് സർഫസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റേ ഒന്നുകൂടി ബെൻഡ് ചെയ്യും. കാരണം കോൺവെക്സ് എന്ന് പറയുമ്പോൾ കൺവേർജിങ് ലെൻസ് ആയതുകൊണ്ട് ഈ ഇമേജിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ ഇമേജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഈ ഇമേജിനെ ആ സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഈ ഐ ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് ആണ്, അതേപോലെ തന്നെ സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ യു വി വി ഡാഷ്, അപ്പോൾ വി ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിന് ഇമേജ് ഡിസ്റ്റൻസ് ആവുന്നത് പോലെ തന്നെ സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ട് മാറും. For refraction at a first surface, minus n1 by u plus n2 by v dash is equal to n2 minus n1 by r1. ഇതിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതിന് മുന്നേ എടുത്ത് ഇക്വേഷൻ അങ്ങനെ എടുത്ത് കോപ്പി ചെയ്തു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വിക്ക് പകരം വി ഡാഷ് ആവും, അതുപോലെ തന്നെ R1 എന്ന് വരും. കാരണം ഫസ്റ്റ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്. അതുപോലെ തന്നെ വി ഡാഷ് എന്ന് കൊടുക്കാൻ കാരണം ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി ഡാഷ് ആണ്, വേറെ ഒന്നും മാറ്റിയിട്ടില്ല. ഇനി സെക്കൻഡ് സർഫസ് എടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ലൈറ്റ് ഇപ്പോൾ n1 n2ലേക്കാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് കേസ് ആകുമ്പോൾ n2 n1ലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ n1 n2 ആക്കിയാൽ മതി, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയത് ഇതിന്റെ പ്രീവിയസ് ഇക്വേഷൻ നോക്കി അങ്ങനെ എഴുതി. അതിൽ വ്യത്യാസമുള്ളത് n2 by v ആയിരുന്നു, ഇവിടെ വി ഡാഷ് ആവാൻ കാരണം ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് വി ഡാഷ് ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 n2ലേക്കാണ് ലൈറ്റ് വന്നത്, എയർന്ന് ഗ്ലാസ്സിലേക്കാണ് വന്നത്. ഇനി ചെയ്യുന്നത് ഗ്ലാസ്സിന് എയറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്ര ചെയ്താൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 n2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ റിഫ്രാക്ഷൻ അറ്റ് ദ സെക്കൻഡ് സർഫസ്, ദ ഇമേജ് ഫോംഡ് ബൈ
the first surface act as the object for the second surface. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സർഫസ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് n1 എന്ന് എഴുതി, അതിനൊരു n2 എന്ന് എഴുതി. യു ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസിനെ വി ഡാഷ്, കാരണം എന്തുകൊണ്ടാണ്? ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയല്ലേ. അപ്പോൾ ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്തായിട്ട് മാറണം? സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറണം. അപ്പോൾ അതുകൊണ്ട് യുക്ക് യാതൊരു മാറ്റമില്ല. ഇവിടെ വി ഡാഷ് എന്ന് പറയുന്നത് യു തന്നെയാണ്, കാരണം ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നെയാണ്. ദെൻ n2 ആക്കി n1 ആക്കി എഴുതി. വി ഇമേജ് ഡിസ്റ്റൻസ്, കാരണം ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് വി ആണ്. ദെൻ n2 മൈനസ് n1 പകരം n1 മൈനസ് n2 ആക്കി r2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ വി എന്നായിരുന്നു, അതിനെ വി ഡാഷ് ആക്കാൻ കാരണം ഫസ്റ്റ് സർഫസിന് ഇമേജ് ഡിസ്റ്റൻസ് വി ഡാഷ് ആണ്. ഇനി സെക്കൻഡ് സർഫസിൽ ഇവിടെ യുക്ക് പകരം വി ഡാഷ് ആക്കാൻ കാരണം ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻസ് കറക്റ്റ് എഴുതിയാൽ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കാര്യം മനസ്സിലാക്കാം, ഇക്വേഷനിൽ എപ്പോഴും വി ഡാഷ് ഒന്നും വരില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ നോക്കും, മൈനസ് n2 ബൈ വി ഡാഷ് മേലെ n2 ബൈ വി ഡാഷ്, അവർ രണ്ടും ക്യാൻസൽ ആയി പോകും. അങ്ങനെ അത് ഓർത്തിരിക്കാം. So 1 plus equation number 2, that is minus n1 by u plus n1 by v is equal to n2 minus n1 by r1 plus n1 minus n2 by r2. കാരണം n2 by v1 ഉം minus n2 by v1 ഉം കട്ട് ചെയ്തു, ക്യാൻസൽ ആയി പോയി. സോ അറേഞ്ച് ചെയ്യുമ്പോൾ minus n1 by u plus n1 by v is equal to n2 minus n1 by r1 minus n2 by n1 minus r2. n1 take it outside, minus 1 by u plus 1 by v equal to n2 minus n1 1 by r1 minus 1 by r2. ശ്രദ്ധിക്കണം, n2 by n1 ആക്കാൻ വേണ്ടി മൈനസ് ആക്കിയത്, കാരണം ഇവിടെ n2 minus n1 ആണ്, n1 മൈനസ് n2 ആണ്. അപ്പോൾ n2 മൈനസ് n1 ആകുമ്പോൾ മൈനസ് വരും. അങ്ങനെ ഈ r2 എന്ത് ചെയ്യുന്ന ഒരു മൈനസ് ഇവിടെ വരാൻ കാരണം. സോ n2 മൈനസ് n1 കോമൺ ആക്കി എടുത്തു. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് 1 ബൈ യു പ്ലസ് 1 ബൈ വി is equal to n2 മൈനസ് n1 ബൈ n1 1 ബൈ r1 മൈനസ് 1 ബൈ r2, ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ മൈനസ് 1 ബൈ യു പ്ലസ് 1 ബൈ വി is equal to n2 മൈനസ് n1 ബൈ n1 1 ബൈ r1 മൈനസ് 1 ബൈ r2. If the object is at infinity, an image is formed at the focus. അപ്പോൾ നമുക്കറിയാം, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് എന്തായാലും പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും. അത് യു ഇൻഫിനിറ്റി ആണെങ്കിൽ വി എഫ് ആയിരിക്കും. അത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ ഇമേജ് പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ ഇക്വേഷനിൽ ഈ ഒരു ഇത് അപ്രോക്സിമേഷൻ കൊടുക്കുകയാണ്. സോ ഇക്വേഷൻ 3 become minus 1 by infinite plus 1 by f equal to n2 minus n1 by n1 1 by r1 minus 1 by r2. 1 by infinite becomes 0. So 1 by f equal to n2 minus n1 by n1 1 by r1 minus 1 by r2. So this is lens maker's formula. ലെൻസ് ഉണ്ടാക്കുന്ന ഫോർമുല, കാരണം എഫ് എന്താണ്, റിഫ്രാക്ട് ഇൻഡെക്സ് ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. സോ ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ചിലപ്പോൾ എക്സാം ചോദിക്കുക, സ്റ്റാർട്ടിംഗ് ഫ്രം റിഫ്രാക്ഷൻ ടു ദ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിഫ്രാക്ഷൻ സർഫസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് എത്തിക്കുമ്പോൾ ഇവിടെയാണ് എത്തിക്കേണ്ടത്. ഇനി ഇതിനെ വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. തേർഡും ഫോർത്തും കൂടി ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൈനസ് 1 ബൈ യു പ്ലസ് 1 ബൈ വി ഈക്വൽ ടു 1 ബൈ എഫ്, കാരണം അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. മൈനസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ വി equal to 1 by f minus 1 by u plus 1 by v equal to 1 by f. അപ്പോൾ പക്ഷേ മിറർ ആകുമ്പോൾ ശ്രദ്ധിക്കണം, 1 by f equal 1 by v plus 1 by u ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 1 by f equal 1 by v minus 1 by u ആണ് മിററിന്റെ ലെൻസിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ലെൻസിന്റെയും മിററിന്റെ ഇക്വേഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ r equal 2f ആയിരുന്നു, പക്ഷേ the relation connecting f and r is equal to 1 by f equal to n2 minus n1 by n1 1 by r1 minus 1 by r2 ആണ്. അപ്പോൾ ഇത്രയാണ് ലെൻസും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം മാറും, അതിൽ ഒരിറ്റ കാര്യം മാറാത്തുള്ളൂ. കോൺവെക്സ് ലെൻസും കോൺവെക്സ് മിററാണ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. കോൺകേവ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ബാക്കി എല്ലാം തിരിഞ്ഞാണ് വരിക എന്ന് മനസ്സിലാക്കി വെക്കണം. This equation called thin lens formula or law of distance or Student's formula. അപ്പോൾ ഈ minus 1 by u plus 1 by v equal 1 by f എന്ന് പറയുന്ന Student's formula or thin lens formula എന്ന് പറയും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം പോസിറ്റീവ്ലി ചെയ്യാറ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാർട്ടീഷ്യൻ സൈനിലോ കറക്റ്റായി അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. മാഗ്നിഫിക്കേഷൻ, എത്രമാത്രം ലെൻസ് മാഗ്നിഫൈ ആവുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാഗ്നിഫിക്കേഷൻ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. അപ്പോൾ എത്രമാത്രം ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എപ്പോഴും ഒരു റേ ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കാൻ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് 2f വെക്കുന്നതാണ്. 2f വെച്ച സെയിം സൈസ് ആയിരിക്കും, ഇൻവേർട്ടർ ആയിരിക്കും, അത് വരയ്ക്കാൻ എളുപ്പമാണത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിന് പാരാണ് എഫിലൂടെ പോയി ഓപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന യാതൊരു ഡീവിയേഷനിലാണ്ട് പോകുന്നത്. അപ്പോൾ രണ്ട് റേയും കൂടി മീറ്റ് ചെയ്യുന്നവിടെ, അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ആണ് ഇമേജ് വരുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ പറയാം. സോ ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ എ BO and A dash B dash O are similar. കാരണം സിമിലർ ട്രയാങ്കിൾസ് ആണ്, കാരണം എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് 90 ഇത് 90 ആണ്. സോ ദീസ് ആർ ആംഗിൾസ് ആർ ഈക്വൽ, സോ സിമിലർ ട്രയാങ്കിൾസ്. So and side ratio equal ആയിരിക്കും. AB by AO is equal to A dash B dash by A dash O, or A dash B dash by AB equal to A dash O by OA. So HI by HO is equal to V by U. കാരണം നമുക്കറിയാം AB എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, A dash B dash എന്ന ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. അതേപോലെ തന്നെ
എ ഒ എന്ന് പറയുന്നതും എ ഡാഷ് ഒ എന്ന് പറയുന്നതും ഒബ്ജക്ട് ഡിസ്റ്റൻസും ഏജ് ഡിസ്റ്റൻസും ആണ്. അതാണ് എച്ച് ഐ ബൈ എച്ച് ഒ സിക്കൽ വി ബൈ യു. ഇനി കാർട്ടീഷ്യൻ സൈനിലും അപ്ലൈ ചെയ്യാണ്. അപ്ലൈയിങ് സൈൻ കൺവെൻഷൻ മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ സിക്കൽ വി ബൈ മൈനസ് യു. കാരണം എച്ച് ഐ മുകളിലേക്ക് ഈ താഴേക്കാണ്, അതുകൊണ്ട് മൈനസ് കൊടുക്കാൻ. കാരണം എച്ച് ഒ മുകളിലേക്കാണ് പോസിറ്റീവ്. വി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. യു എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്, സോ നെഗറ്റീവ്. നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും. സോ എം ഈസ് ഇക്വൽ വി ബൈ യു. പക്ഷേ മിററിന്റെ കേസിൽ മൈനസ് വി ബൈ യു ആണ്. അപ്പോൾ രണ്ടും മനസ്സിലാക്കണം. മിററിന്റെ കേസിലാകുമ്പോൾ 1/f ഇക്വൽ 1/u പ്ലസ് 1/v ആണ്. പക്ഷേ ലെൻസിന്റെ കേസിലാകുമ്പോൾ 1/f ഇക്വൽ 1/v മൈനസ് 1/u ആണ്. പക്ഷേ മാഗ്നിഫിക്കേഷൻ നേരെ തിരിഞ്ഞു വരും. ലെൻസിന്റെ കേസിൽ വി ബൈ യു ആണ്, മിററിന്റെ കേസിൽ മൈനസ് വി ബൈ യു ആണ്. General equation can be used for all types of image formation with proper sign convention. അപ്പോൾ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലെൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിക്കുക. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഫോക്കൽ ലെങ്ത് കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, കോൺകേവിന്റെ നെഗറ്റീവ്. അത് മിറർ ആയിക്കോട്ടെ ലെൻസ് ആയിക്കോട്ടെ. പവർ ഓഫ് എ ലെൻസ്. അപ്പോൾ എന്താണ് പവർ? So power of a lens is the reciprocal of its focal length when expressed in meters. അപ്പോൾ പി ഇസ് ഇക്വൽ ടു 1/f ആണ്. 1/f പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണ് തരിക, മീറ്ററിലേക്ക് മാറ്റി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എങ്കിലേ പവർ കിട്ടുള്ളൂ. സോ ദ യൂണിറ്റ് ഓഫ് പവർ ഈസ് മീറ്റർ റൈസ് ടു -1 ഓർ ഡയോപ്റ്റർ ക്യാപിറ്റൽ ഡി. പവർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം കൺവേർജ് ചെയ്യാൻ അല്ലെങ്കിൽ എത്രമാത്രം ഡൈവേർജ് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു ലെൻസിന്റെ കപ്പാസിറ്റി, അതിന് ശരിക്കും പവർ ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ലെൻസ് കോമ്പിനേഷൻ, ലെൻസ് ഇൻ കോണ്ടാക്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിഫ്രാക്ഷൻ സർഫസ് പഠിച്ചു, ഒരു ലെൻസും പഠിച്ചു. ഇനി ഒന്നിൽ കൂടുതൽ ലെൻസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോർമുലാസ് വരിക നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് ലെൻസാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒ എന്ന ഒബ്ജക്റ്റ് I1 എന്ന ഇമേജ് എ എന്ന ലെൻസിന്റെ ഇമേജ് ആണ്. പക്ഷേ രണ്ടാമത്തെ ലെൻസ് ശ്രദ്ധിക്കണം, ബി ആണ് രണ്ടാമത്തെ ലെൻസ്, അതിന്റെ ഫോക്കൽ ലെങ്ത് F2 ആണ്. അപ്പോൾ രണ്ടാമത്തെ ലെൻസ് വെക്കുമ്പോൾ I1 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. കാരണം ഫസ്റ്റ് F1 ഫോക്കൽ ലെങ്ത്തുള്ള കോൺവെക്സ് ലെൻസ് വെച്ചപ്പോൾ O ആണ് ഒബ്ജക്റ്റ്, I1 ആണ് ഇമേജ്. രണ്ടാമത്തെ ബി വെക്കുമ്പോൾ I1 എന്ന ഇമേജിനെയാണ് ഐയിലേക്ക് കൊണ്ടുവരുന്നത്. I1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ആണ്, സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റും ആണ്. അപ്പൊ I എന്ന് പറയുന്നത് സെക്കൻഡ് ലെൻസിന്റെ ഇമേജ് ആണ്. I1 എന്ന് പറയുന്നത് രണ്ടായിട്ട് ആക്ട് ചെയ്യും, ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ആയിട്ടും സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. സോ ഇത് ഫസ്റ്റ് കേസിൽ നമ്മൾ ഇങ്ങനെ എടുക്കാം, യു വി ആണ്, അത് ഒരു ഒറ്റ ലെൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ O ആണ് ഒബ്ജക്റ്റ്, വി ആണ് എന്ത് ചെയ്യുന്നത്, ഇമേജ്. പക്ഷെ രണ്ട് ലെൻസ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോർമേഷൻ വരുന്നത്. അപ്പോൾ യു എന്ന് പറയുന്ന ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, V1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ഡിസ്റ്റൻസും സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസും ആണ്. So for refraction through the first lens, -1/u plus 1/v1 equal to 1/f ആണ്. കാരണം നമുക്കറിയാം -1/u plus 1/v equal to 1/f ആണ്. അപ്പോൾ ഫസ്റ്റ് ലെൻസ് ആയതുകൊണ്ട് u ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, V1 ആണ് ഇമേജ് ഡിസ്റ്റൻസ്, F1 കൊടുത്തു. ഇനി അതേപോലെ നമുക്ക് സെക്കൻഡ് കേസിൽ എടുക്കുമ്പോൾ ഒബ്ജക്റ്റ് ഇമേജ് ആയിട്ട് മാറും. അപ്പോൾ യുക്ക് പകരം നമുക്ക് V ആണ് കൊടുക്കേണ്ടത്, V1 ആണ് കൊടുക്കേണ്ടത്. സോ ഇറ്റ് ബിക്കം -1/v1 plus 1/v equal to 1/f2. കാരണം ഫസ്റ്റിന്റെ ഇമേജ് സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് മാറണം. ഫസ്റ്റ് ലെൻസിന്റെ ഒബ്ജക്റ്റ് സെക്കൻഡ് ലെൻസിന് ഇമേജ് ആയിട്ട് മാറിയിരിക്കുന്നത്, അതുകൊണ്ടാണ് V1 ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് നമുക്കറിയാം, -1/v1 പ്ലസ് 1/v1 കട്ട് ചെയ്ത് പോകും. അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ ഒരു ഇക്വേഷനിൽ V1 V ഡാഷ് എന്നോ V1 എന്ന് വരില്ല, അത് കട്ട് ചെയ്ത് പോകണം, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. സോ -1/u പ്ലസ് 1/v ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മുടെ ഈ ലെൻസ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ -1/u പ്ലസ് 1/v ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 ആണ് ഇക്വേഷൻ നമ്പർ 3. സോ നമ്മുടെ ഫോക്കൽ ലെങ്ത് ഇക്വേഷൻ നമുക്കറിയാം, ഫോക്കൽ ലെങ്ത് ഓഫ് എ സിംഗിൾ ലെൻസ് which produces the same effect as done by the above two lenses in contact ambo, that is for the effective lens -1/u plus 1/v equal to 1/f ആണ് ഇക്വേഷൻ നമ്പർ 4. കാരണം ഈ ഇക്വേഷൻ നമ്പർ 4 ഓൾറെഡി നമ്മൾ ഒരു ലെൻസിന്റെ കേസിൽ ഡിസ്കസ് ചെയ്താണ്. രണ്ട് ലെൻസ് ആയപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, -1/u plus 1/v equal to 1/f1 plus 1/f2. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4 we get 1/f equal to 1/f1 plus 1/f2 is equation number 5. അതേപോലെ പവർ കാണുമ്പോൾ പവർ നേരെ തിരിച്ച് എഴുതണം, P equal to P1 plus P2 plus so and so, and effective magnification M equal to M1 into M2 into so and so. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഫോക്കൽ ലെങ്ത് കാണണമെങ്കിൽ 1/f equal to 1/f1 plus 1/f2 ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കമ്പൈൻ ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയുക ചെയ്യുക, കാരണം 1/f ഒരു ഒന്നിൽ കൂടുതൽ ലെൻസ്, ഇനി 3 ലെൻസ് ഉണ്ടെങ്കിൽ 1/f equal to 1/f1 plus 1/f2 plus 1/f3. പവർ ആകുമ്പോൾ ആഡ് ചെയ്യുക ചെയ്യേണ്ടത്, മാഗ്നിഫിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഓർത്തിരിക്കണം. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ഇപ്രാവശ്യം 80% പ്രോബിലിറ്റി ആണ് ഈ ക്വസ്റ്റ്യൻ വരാനുള്ളത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. കാരണം റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, കാരണം ഫോക്കസ് ഏരിയയിൽ പറഞ്ഞത് ഉൾപ്പെടെ തന്നെ ഇതിന് മുന്നേ ഒരുപാട് തവണ ചോദിച്ചാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഫിഗർ ഷോസ് ദ പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ എ prism ABC, PQ is the incident ray and QR is the ray through the prism and R is the emergent ray. The angle between the incident ray and the emergent ray is called angle of deviation. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PQ എന്നതാണ് ഫസ്റ്റ് വരുന്ന റേ.
പി ക്യു വരുമ്പോൾ നമുക്കറിയാം ഇത് നോർമൽ. അപ്പോൾ ഗ്ലാസ് ആകുമ്പോൾ ഡെൻസർ ആണ്, നോർമൽ അടുത്തേക്ക് ബെൻഡ് ചെയ്തു ലൈറ്റ്. ഇനി ഇവിടെ വന്നു, ഇതാണ് നോർമൽ, എമേർജ് ചെയ്യുമ്പോൾ എവേ ഫ്രം ദ നോർമൽ, കാരണം ഡെൻസ് എന്ന് റെയറിലേക്ക് വരുന്നത്. അപ്പോൾ റേ ഡയഗ്രാം കറക്റ്റായിട്ട് വരയ്ക്കുക. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ഫസ്റ്റ് സർഫസിൽ റിഫ്രാക്ഷൻ, ഇത് സെക്കൻഡ് സർഫസിൽ ആംഗിൾ ഓഫ് എന്താണ് ഇൻസിഡൻസ് ആണ്, ഇത് ആംഗിൾ ഓഫ് എമർജൻസ്. ഇനി ഇതിൽ ഡീവിയേഷൻ പറയാൻ മനസ്സിലാക്കേണ്ടത്, ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പോൾ ഈ റേ ആക്ച്വലി ഇങ്ങനെയാണ് പോകേണ്ടത്, പക്ഷെ പ്രിസത്തിന് പുറത്തു വന്നപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഈ രണ്ട് റേ നീട്ടി വരയ്ക്കുമ്പോൾ ഇതും ഇവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ ഇതിനപ്പോൾ വിളിക്കുന്ന ഡീവിയേഷൻ. അപ്പോൾ ഈ ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ഇങ്ങനെ പോയി, അതിനർത്ഥം ഇത്രമാത്രം ഡീവിയേഷൻ സംഭവിച്ചു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരയ്ക്കാൻ എന്ത് ചെയ്തിരിക്കണം അറിയണം. പി ക്യു ആർ എസ് ആണ് റേ. പി ക്യു എന്ന് പറയുന്നത് ഫസ്റ്റ് സർഫസിൽ ഹിറ്റ് ചെയ്തു, ക്യു ആർ എന്ന് പറയുന്നത് ത്രൂ ദ പ്രിസമാണ്, ആർ എസ് എന്ന് പറയുന്നത് എമർജന്റ് റേ ആണ്. എ ബി സി ആ പ്രിസത്തിന്റെ ആംഗിൾസ് ആണ്. ഇൻ ദ quadrilateral AQNR, that is two of the angles. Triangle AQN and triangle ARN are right angles. Therefore, the sum of the other angle is 180. അതായത് ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഇതിൽ കാരണം ഇത് നോർമൽ ആണ്. അപ്പോൾ നോർമൽ ആകുമ്പോൾ AQNR, അപ്പോൾ നോർമൽ ഇത് 90 ആണ്, ഇത് 90 ആണ്. ഇത് 90 ഇത് 90 ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും എന്തായിരിക്കും, ഇതും കാരണം സം ഓഫ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ കൂടി 180 കിട്ടണം, കാരണം മൊത്തം 360 അല്ലേ. അപ്പോൾ ഇത് 90 ആണ്, ഇത് 90 ആണ്, അപ്പോൾ 180 പോയി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ എന്തായിരിക്കണം, 180 ആയിരിക്കണം. സോ ട്രയാങ്കിൾ എ പ്ലസ് ക്യു എൻ ആർ, ദാറ്റ് ഇസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഇസ് ഇക്വൽ ടു 180. ഇക്വേഷൻ നമ്പർ 1. ഫ്രം ദ ട്രയാങ്കിൾ ക്യു എൻ ആർ, R1 പ്ലസ് R2 ഇസ് ഇക്വൽ ടു ക്യു എൻ ആർ, ദാറ്റ് ഇസ് 180. സെക്കൻഡ് ഇക്വേഷൻ. അതായത് നമുക്കറിയാം ഈ ട്രയാങ്കിളിൽ 3 ആംഗിളും കൂടി കൂട്ടി എന്താണ് 180 കിട്ടണം. R1 R2 N. അപ്പോൾ നമുക്ക് R1 plus R2 plus angle N is equal to 180. Equation number 2. So comparing equation 1 and 2, we get R1 plus R2 is equal to A എന്ന് കിട്ടിക്കഴിഞ്ഞു. കാരണം 180 ആണ് ക്യു എൻ ആർ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കമ്പയർ നമുക്ക് എന്ത് ചെയ്യാം, എ ഈക്വൽ ടു R1 പ്ലസ് R2. ഇവിടെ ഓർക്ക് എന്തിനാ ആറും ഐ ഒക്കെ ആദ്യം കാണുന്നത്, നമുക്ക് സ്നെൽസ് ലോ വേണം, സ്നെൽസ് ലോ ഐ ആറോ വേണ്ടത്, അതുകൊണ്ട് R1 plus R2 is equal to A. Then the angle of deviation delta is equal to angle MQR plus angle MRQ. അപ്പോൾ രണ്ട് ട്രയാങ്കിളുടെ ഡീവിയേഷൻ ഡെൽറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് പറഞ്ഞുതരാം. അതായത് ഇതാണ് ഡീവിയേഷൻ. അപ്പോൾ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾ. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ക്യു എന്ന ആംഗിളും ഈ ആർ എന്ന ആംഗിളും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുക, അതാണ് സം ഓഫ് ദി ഇന്റീരിയർ ഇസ് ഈക്വൽ എക്സ്റ്റീരിയർ. അതാണ് ഇവിടെ ഈ ഇക്വേഷൻ ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ സം ഓഫ് ദി ഇന്റീരിയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആംഗിൾ കിട്ടണമെങ്കിൽ ഇത് ഐ ആണ്, ഇത് R1 ആണ്. സോ I മൈനസ് R1. ഇനി ഈ ആംഗിൾ കിട്ടണമെങ്കിൽ E മൈനസ് R2. അതാണ് I മൈനസ് R1 പ്ലസ് E മൈനസ് R2 എന്ന് കൊടുക്കാൻ കാരണം. ഇനി ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യും. അപ്പോൾ I പ്ലസ് E മൈനസ് R1 പ്ലസ് R2. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഡീവിയേഷൻ ആണ്. ഈ ഡീവിയേഷൻ കിട്ടാൻ വേണ്ടി ഈ രണ്ട് ഇന്റീരിയർ ആംഗിൾസ് കൂട്ടണം. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് I മൈനസ് R1 ആണ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് E മൈനസ് R2 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡീവിയേഷൻ കിട്ടാം. സോ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു I പ്ലസ് E. കാരണം R1 പ്ലസ് R2 നമുക്ക് ഓൾറെഡി കിട്ടി, A കിട്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ D is equal to I plus E minus A. From this equation, it is clear that angle of deviation depends on angle of incidence. A graph showing the variation in angle of deviation with angle of incidence will as shown below. നമ്മൾ ഇത് കഴിഞ്ഞ് വരച്ച് കാണിച്ചു. The minimum value of deviation is called angle of minimum deviation. At the minimum deviation condition, I equal to E and R1 equal to R2, and ray inside prism will be parallel to the base. At the minimum deviation condition, equation 2, that is equation 2 A equal to R1 plus R2 ആണ്, അത് 2R ആവും. കാരണം R1 equal to R2 ആണ്. അതുപോലെ തന്നെ R equal to A by 2I. അതേപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഈക്വൽ ടു I plus E minus A become 2I മൈനസ് എ ആവും. സോ ഐ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഡി എം ബൈ 2. അപ്പോൾ ഇത് ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. മിനിമം ഡീവിയേഷൻ സമയത്താണെങ്കിൽ R1 R2 ഈക്വൽ ആവുമ്പോൾ അപ്പോൾ എ ഈക്വൽ 2R ആവും. അതേപോലെ തന്നെ മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസ് ഈക്വൽ ഡി എം ആവുന്ന സമയമാണ്. അപ്പോൾ ഡി എം ഇസ് ഈക്വൽ ടു I പ്ലസ് ഇ എന്ന് പറയും. ഇയും ഐ ആയിട്ട് മാറും. അങ്ങനെ 2I. ഇത് നമുക്ക് ഈ ഫിഗർ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷന്റെ ഫിഗർ വച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു പർട്ടിക്കുലർ ആംഗിൾ ആകുമ്പോൾ ഡീവിയേഷൻ വളരെ കൂടുതലാണ്. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി വരുമ്പോൾ ഡീവിയേഷൻ കുറഞ്ഞു കുറയും. ഒരു പർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ ഡീവിയേഷൻ ഏറ്റവും കുറയും. അതാണ് മിനിമം ഡീവിയേഷൻ. അതാണ് ഡി എം എന്ന് പറയാൻ കാരണം, മിനിമം ഡീവിയേഷൻ. വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ ഡീവിയേഷൻ വീണ്ടും കൂടും. അപ്പോൾ ഇതിൽ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഡീവിയേഷൻ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി വരുമ്പോൾ ഡീവിയേഷൻ കുറഞ്ഞു വരും. ഒരു പർട്ടിക്കുലർ ആംഗിൾ ആകുമ്പോൾ ഈ ഡീവിയേഷൻ എന്താവും, ഏറ്റവും കുറവായിരിക്കും.
അപ്പോൾ ഏറ്റവും ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്ന സമയമാണ് ഈ സമയം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പറഞ്ഞത് ഐ ഈക്വൽ ടു ഇ, R1 = R2, അപ്രോക്സിമേഷൻ എടുക്കാം. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ഡി എം ആവും, ഐ ഈക്വൽ ടു ഇ ആയി, അതേപോലെ തന്നെ R1 = R2 ആവും. The refractive index of the prism, so n2 by n1 equal to sin I by sin R is equal to I യും R നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, a plus dm/2 or a/2. അത് നമുക്ക് ഇങ്ങനെ പറയാം, n is equal to sin a plus d/2 by sin a/2. കാരണം n1 എന്ന് പറയുന്നത് പിന്നെ എയർ ആണ്, അതിന് റിഫ്രാക്ട് ഇൻഡെക്സ് പിന്നെ 1 ആക്കി എടുത്തു. n2 എന്ന് പറയുന്നത് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് പ്രിസം ആണ്, അപ്പോൾ അത് n ആക്കി എടുത്തു. അതുപോലെ ഡി എം എന്ന് പറയുന്നത് മിനിമം ഡീവിയേഷൻ, അപ്പോൾ ഡി, അപ്പോൾ പൊതുവെ നമ്മൾ ഡി എന്ന് വിളിക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്നത് മിനിമം ഡീവിയേഷൻ, എ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രിസം. സോ n is equal to sin into a plus d/2 by sin a/2. വീഡിയോ പോസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെറിവേഷൻസ് കോപ്പി ചെയ്യാം. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ടു കമൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.